ഡിലേ ജനറേഷൻ ഇൻ 8085 ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഒരു സ്പെസിഫിക് പ്രോഗ്രാമിൽ ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം. അതെങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സപ്പോസ് ഏതെങ്കിലും ഒരു കേസിൽ കുറച്ച് നേരം ഒന്ന് ഡിലേ ആവണം, അതിനെന്ത് ചെയ്യാം? ഒരു സ്പെസിഫിക് ഡിലേ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഡിലേക്ക് വേണ്ടി നമ്മളൊരു സ്പെസിഫിക് ഡിലേ സബ് റൂട്ടീൻ ആദ്യം ക്രിയേറ്റ് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് ടാസ്കുകളൊന്നും തന്നെ മൈക്രോ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ആ ഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ടൈമാണ് യൂസ് ചെയ്യുന്നത്, ആ ഡിലേ ടൈമിന് വേണ്ടിയിട്ട്. ഇത് ഒരു ഡിലേ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുള്ളതാണ്. ആദ്യം നമ്മളൊരു രജിസ്റ്ററിനകത്ത് ഒരു വാല്യൂ ലോഡ് ചെയ്ത് വെക്കും. ഇവിടെ നമ്മൾ സപ്പോസ് 4 ആണ് ഇവിടെ പറഞ്ഞ രജിസ്റ്റർ ബി ആണെന്ന് കരുതൂ. ആ ബി എന്ന രജിസ്റ്ററിൽ നമ്മൾ ഒരു 4 എന്ന വാല്യൂ ലോഡ് ചെയ്ത് വെച്ചു. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിക്രിമെൻറ്റ് രജിസ്റ്റർ. ആദ്യം 4 ആണ്, 4 ലോഡ് ചെയ്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ അത് 3 ആയി മാറി, 3 എത്തി. ദെൻ ചെക്ക് ചെയ്യാണ്, ഈസ് രജിസ്റ്റർ ഈക്വൽ ടു 0 ആയോ? ഇല്ല, 3 ആണല്ലേ, അപ്പോൾ 0 ആയിട്ടില്ല. ദെൻ വീണ്ടും എങ്ങോട്ട് തന്നെ പോയി, അത് ലൂപ്പ് ചെയ്തിട്ട് വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യണം രജിസ്റ്റർ. ബി രജിസ്റ്റർ വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യണം. എന്തായി? ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് 2 ആയി. ദെൻ വീണ്ടും ചെക്ക് ചെയ്തു, രജിസ്റ്റർ 0 ആയോ? ഇല്ല, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ലൂപ്പ് ചെയ്തിട്ട് ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 1 ആയി. ഈസ് രജിസ്റ്റർ ഈക്വൽ ടു 0 ചെക്ക് ചെയ്തു, 0 ആയിട്ടില്ല. ദെൻ വീണ്ടും ചെക്ക് ചെയ്യുന്നു, ഡിക്രിമെൻറ്റ് ചെയ്യുന്നു, വാല്യൂ 0 ആയി. 0 ആയപ്പോൾ വീണ്ടും ചെക്ക് ചെയ്തു, ഈസ് രജിസ്റ്റർ ഈക്വൽ ടു 0 ആണോ? 0 ആണോ? ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എസ് ആണല്ലേ. എസ് ആവുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും ഒരു ടൈം, അതായത് 4 എന്ന വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്ത് 3 ആയി, 2 ആയി, 1 ആയി, 0 ആയി, അങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്ത് വന്ന് അത്രയും സമയം എന്താണ്? അവിടെ ഒരു ഡിലേ വന്നു അല്ലേ. അതായത് പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷനിൽ അവിടെ ഒരു ഡിലേ വന്നു. അപ്പോൾ ഡിലേ ജനറേറ്റ് ചെയ്തു. ഇങ്ങനെ ഇതാണ് ഡിലേക്ക് വേണ്ട ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിലേക്ക് വേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? ആദ്യം ഒരു രജിസ്റ്ററിലേക്ക് ഒരു നമ്പർ ലോഡ് ചെയ്തു. ടൈം ഡിലേ എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് രജിസ്റ്റർ എന്ത് ചെയ്തു? ഡിക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നു. 0 ആവുന്നത് വരെ അത് ഡിക്രിമെൻറ്റ് ചെയ്ത് വന്നു. അതുവരെ അത് ലൂപ്പ് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ, വിത്ത് കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ. അതായത് ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ജമ്പ് ചെയ്ത് പോയത്. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ ഡിലേ ജനറേഷന് യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കോഡ്. ആദ്യം ചെയ്യുന്നത് എന്താണ്? ഫ്ലോ ചാർട്ടിൽ പറഞ്ഞത് എന്താണ്? ആദ്യം ഒരു രജിസ്റ്ററിലേക്ക് ഒരു നമ്പർ ലോഡ് ചെയ്യണം അല്ലേ, ഒരു കൗണ്ട് കൊടുക്കണം. ഇവിടെ MVI B,FFH എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ആ ഇൻസ്ട്രക്ഷൻ? MVI എന്ന് പറയുന്നത് മൂവ് ഇമ്മീഡിയറ്റ് അല്ലേ. ഇമ്മീഡിയറ്റ് ആയിട്ട് ബി എന്ന രജിസ്റ്ററിലേക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. ഇൻസ്ട്രക്ഷനിൽ തന്നെ ലോഡ് ചെയ്യേണ്ട, മൂവ് ചെയ്യേണ്ട, ബിയിലേക്ക് മൂവ് ചെയ്യേണ്ട വാല്യൂ എന്താണെന്ന് ഇൻസ്ട്രക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാല്യൂ? FFH ആണ്. FF എന്ന് പറഞ്ഞാൽ കൊടുക്കാം 8 ബിറ്റിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വാല്യൂ 255 ആണ്. FFHൻ്റെ FFH എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെക്സാഡെസിമൽ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ആണ് 255. അപ്പോൾ FFH എന്ന് പറയുമ്പോൾ അത്രയും, അതായത് 255 വാല്യൂ വരെ അത്രയും ഡിലേ ആവുകയാണ് അല്ലേ. 255 ഡിക്രിമെൻറ്റ് ചെയ്ത് എന്താവണം? 0 ആവണം. 0 ആവുന്നത് വരെ അത് ഡിക്രിമെൻറ്റ് ചെയ്ത് വരും. അപ്പോൾ അത്രയും വലിയ ഡിലേ ആണല്ലേ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാവുന്നതേ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മാക്സിമം ഡിലേ ആണ് FFH വെച്ച് കൊടുക്കുമ്പോൾ ചെയ്യുക. ഓക്കെ, ദെൻ MVI B,FFH. അപ്പോൾ നമ്മൾ ബി രജിസ്റ്ററിൽ കൊടുത്ത വാല്യൂ എന്താണ്? FFH, അതായത് 255 ആണ്. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? DCRB എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റ് ബി. ദെൻ നെക്സ്റ്റ് JNZ ലൂപ്പ്. അങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് 0 ആയോ എന്ന് നോക്കിയിട്ട് 0 ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ലൂപ്പ് ചെയ്യുന്നു, വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യുന്നു.
വീണ്ടും ചെക്ക് ചെയ്യുന്നു, 0 ആയോ നോക്കുന്നു. അങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത് അല്ലേ, ഡിലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ അതിൽ MVI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 7 T സ്റ്റേറ്റ്സ് വേണം. നമുക്ക് T സ്റ്റേറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ക്ലോക്ക് പൾസസ് ആണല്ലേ. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ T സ്റ്റേറ്റുകളാണ് ക്ലോക്ക് പൾസ്. ഓരോ ക്ലോക്ക് പൾസിനെയും നമ്മൾ ഓരോ T സ്റ്റേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ MVI എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 7 T സ്റ്റേറ്റ്സ് വേണം. അതുപോലെ DCR-B ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 4 T സ്റ്റേറ്റുകളും വേണം. ഇവിടെ FFH എന്ന് പറഞ്ഞാൽ എന്താണ്? 255 ആണ്. അപ്പോൾ ഈ DCR-B എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? 255 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. 255 ടൈംസ് അത് എന്ത് ചെയ്യും? ഡിക്രിമെൻ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആണ് JNZ ഇൻസ്ട്രക്ഷൻ. JNZ ഇൻസ്ട്രക്ഷനിൽ 10 T സ്റ്റേറ്റുകളാണ് വേണ്ടത് ജമ്പ് ചെയ്യുന്ന കേസിൽ. എന്നാൽ ജമ്പ് ചെയ്യാതെ, അതായത് 255th ടൈം ആവുമ്പോൾ എന്താവും? അതായത് 0 ആവുന്ന കേസിൽ അതെന്താവും? ലൂപ്പ് ചെയ്യാതെ നേരെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്കാണ് പോവുക അല്ലേ. അപ്പോൾ അവിടെ 7 T സ്റ്റേറ്റ്സ് മതി. അല്ലാത്ത കേസിൽ, ലൂപ്പ് ചെയ്യുന്ന കേസിലൊക്കെ എന്ത് വേണം? 10 T സ്റ്റേറ്റുകൾ വേണം. സപ്പോസ് എങ്ങനെ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ക്ലോക്ക് ഫ്രീക്വൻസി 2 MHz ആണെന്ന് വിചാരിക്കും. ക്ലോക്ക് ഫ്രീക്വൻസി 2 MHz ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ക്ലോക്ക് പീരീഡ് T കണ്ടുപിടിക്കാം. T എന്ന് പറഞ്ഞാൽ എന്താണ്? 1/f ആണ്. 1 ഫ്രീക്വൻസിയാണ്. എഫ് എന്താണ്? 2 MHz ആണല്ലേ. അപ്പോൾ T നമുക്ക് കണ്ടുപിടിക്കാം. T = 1/f = എന്താണ്? 1/2 × 10⁶. മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ 10⁶ ആണ്. അപ്പോൾ 1/2 × 10⁶. അതായത് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയാണ്. ക്ലോക്ക് ഫ്രീക്വൻസി 2 MHz ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ T = 1/f = 1/2 × 10⁶. എന്താണ്? 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 ആണ്. 0.5 × 10⁶ മുകളിലേക്ക് എടുക്കുമ്പോൾ 0.5 × 10⁻⁻6 എന്ന് പറയും. 10⁻⁻6 എന്താണ്? മൈക്രോ സെക്കൻഡ് ആണ്. അപ്പോൾ 0.5 മൈക്രോ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. 0.5 മൈക്രോ സെക്കൻഡ്. ദെൻ നെക്സ്റ്റ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ MVI ആണ്. MVI ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം 7 × 0.5. അതായത് 7 T സ്റ്റേറ്റുകളല്ലേ. 7 T സ്റ്റേറ്റുകൾ. അപ്പോൾ 7 × ഒരു ക്ലോക്ക് പീരീഡ് എത്രയാണ്? ഒരു T എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. അപ്പോൾ 7 × 0.5 എന്ന് പറയുമ്പോൾ 3.5 മൈക്രോ സെക്കൻഡ്. ഇനി അവിടെ വരുന്ന ലൂപ്പിൽ വരുന്ന ടൈം ഡിലേ എത്രയാണ്? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട ഇക്വേഷനാണ് T × T സ്റ്റേറ്റ്സ് × n/10. T എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? 0.5 ആണ്. 0.5 ആണ് ഇൻറ്റു T സ്റ്റേറ്റ്. അതായത് ലൂപ്പ് ചെയ്യുന്ന സമയത്ത് എത്ര T സ്റ്റേറ്റുകൾ വേണം? എത്ര T സ്റ്റേറ്റുകൾ വേണം എന്നാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു, ഇതിൽ നോക്കൂ, DCR-B ചെയ്യാൻ 4 T സ്റ്റേറ്റുകൾ വേണം. JNZ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 10 T സ്റ്റേറ്റുകളും വേണം ജമ്പ് ചെയ്യുന്ന കേസിൽ അല്ലേ. അപ്പോൾ ലൂപ്പിൻ്റെ ഡിലേ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 10+4 എന്ന് പറയുമ്പോൾ 14 T സ്റ്റേറ്റുകളാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ T എന്ന് പറഞ്ഞാൽ 0.5 × 0.5 മൈക്രോ സെക്കൻഡ് ആണ്. സോ 0.5 × 10⁻⁻6 കൊടുത്തു ഇൻറ്റു T സ്റ്റേറ്റുകൾ എത്രയാണ്? 10+4 14 T സ്റ്റേറ്റുകൾ ഇൻറ്റു n/10. n/10 എന്ന് പറഞ്ഞാൽ നമ്പർ ബേസ് 10. നമ്മൾ കൊടുത്ത നമ്പർ എത്രയാണ്? FFH ആണ്. FFHൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത് n/10ൻ്റെ സ്ഥലത്ത്. അത് എത്രയാണ്? 255 ആണ്. അപ്പോൾ 1785 മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയും. 1785 മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1785 × 10⁻⁻6 അല്ലേ. അതിനെ മില്ലി സെക്കൻഡ് ആക്കി മാറ്റുമ്പോൾ 1.8 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 1.8 മില്ലി സെക്കൻഡ്. ദെൻ അഡ്ജസ്റ്റഡ് ലൂപ്പ് ഡിലേ. അതായത് നമ്മൾ പറഞ്ഞു 0 ആവുന്ന കേസിൽ 7 T സ്റ്റേറ്റുകൾ മതി. അല്ലാതെ ലൂപ്പ് ചെയ്യുന്ന കേസ് ആവുമ്പോൾ 10 T സ്റ്റേറ്റുകളും വേണം അല്ലേ. അപ്പോൾ 10ഉം 7ഉം അവിടെ 3 T സ്റ്റേറ്റുകളുടെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അതായത് 255th ടൈം ആവുന്ന സമയത്ത് 7 T സ്റ്റേറ്റുകൾ മതി. അപ്പോൾ അത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്ന് കുറയ്ക്കണ്ടേ. ആ 3 ഡിഫറൻസ് 3 വരുന്നത് കുറയ്ക്കണ്ടേ, എങ്കിലല്ലേ ടോട്ടൽ ഡിലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റഡ് ലൂപ്പ് ഡിലേ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ലൂപ്പ് ഡിലേയിൽ നിന്ന് TL - 3 T സ്റ്റേറ്റ്. 3 ആണ് ഡിഫറൻസ് അല്ലേ. 10⁻7 3 ആണ്.
3 ടി സ്റ്റേറ്റ്സ് ഇൻറ്റു ക്ലോക്ക് പീരീഡ് എത്രയാണ് നമുക്ക് കിട്ടിയത് 0.5. അപ്പോൾ 1785 മൈനസ് 3 ഇൻറ്റു 0.5 എത്ര ആൻസർ കിട്ടും? 1783.5 മൈക്രോ സെക്കൻഡ്സ് ആണ് ആൻസർ കിട്ടുക. ദെൻ ടോട്ടൽ ഡിലേ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത്, അതായത് എം വി ഐ ചെയ്യാൻ വേണ്ട എടുത്ത ടൈം പ്ലസ് ടൈം ടു എക്സിക്യൂട്ട് ലൂപ്പ് ചെയ്യാൻ എടുത്ത ടൈം, അതായത് നമ്മുടെ ലാസ്റ്റ് കണ്ടുപിടിച്ച അഡ്ജസ്റ്റഡ് ലൂപ്പ് ഡിലേ ചെയ്യാൻ വേണ്ട ടൈം. അപ്പോൾ എം വി ഐക്ക് വേണ്ടത് 3.5 ആയിരുന്നു. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചില്ലേ, എം വി ഐക്ക് വേണ്ടത് 3.5 മൈക്രോ സെക്കൻഡ്സ് ആയിരുന്നു. അതിൻ്റെ കൂടെ അഡ്ജസ്റ്റഡ് ലൂപ്പ് ഡിലേ ആയ 1783.5, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ, രണ്ടും മൈക്രോ സെക്കൻഡ്സിലായിരുന്നു, ആഡ് ചെയ്യുമ്പോൾ 1787 മൈക്രോ സെക്കൻഡ്സ് വരും. അതിനെ മില്ലി സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 1.8 മില്ലി സെക്കൻഡ്സ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ അതാണ് ടോട്ടൽ ഡിലേ വരുന്നത്. 1.8 മില്ലി സെക്കൻഡ്, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഡിലേ ആണ് 1.8 മില്ലി സെക്കൻഡ്. അങ്ങനെയാണ് അപ്പോൾ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഡിലേ ജനറേഷനും വരുന്നത്.